നമ്മൾ മുലാരിയായ ക്രിയയുടെ രണ്ട് സാഹചര്യങ്ങൾ പഠിച്ചു. ഒന്ന്, മുലാരിയായ ക്രിയ ജസ്മ് ചെയ്യുന്ന അവസരങ്ങൾ എന്താണെന്ന് പഠിച്ചു. മുലാരിയായ ക്രിയ നെസ്ബ് ചെയ്യുന്ന സാഹചര്യങ്ങൾ എന്താണെന്ന് പഠിച്ചു. അതായത് മുലാരിയായ ക്രിയ എന്താണെന്ന് നമുക്കറിയാം. വർത്തമാനകാലത്തെയോ ഭാവി കാലത്തെയോ സൂചിപ്പിക്കുന്ന ക്രിയയാണ്. അതിനോടൊപ്പം, അതായത് ഒരു ക്രിയയോടൊപ്പം അനിയത്തി എന്ന് പറയുന്നതിൽ അലിഫ്, ഹംസ, നൂന്, യാ, താ, അതിലേതെങ്കിലും അക്ഷരങ്ങൾ വരുമ്പോൾ അത് മുലാരിയാവും. അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിനകത്ത് ഒരു ക്രിയയുടെ മുലാരിയായ ക്രിയയുടെ മുമ്പിൽ അൻ, ലൻ, ഇതൻ കൈ വന്നാൽ അത് നെസ്ബ് ചെയ്യുമെന്നും, അതേപോലെ ഒരു മുലാരിയായ ക്രിയയുടെ മുമ്പിൽ ജസ്മ് ചെയ്യുന്ന അദാത്തുകളായ ഹർഫുകളായ ലമ്മോ, ലായോ, ഇന്നോ വന്നാൽ അത് ജസ്മ് ചെയ്യുമെന്നും നമ്മൾ പഠിച്ചു. ഇനി അതല്ലാത്ത മറ്റൊരു സാഹചര്യം കൂടി മുലാരിയായ ക്രിയയ്ക്കുണ്ട്. ആ കാര്യം എന്താണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. റഫ്ഉൽ ഫിഅലിൽ മുലാരിയായ ക്രിയ റഫ് ചെയ്യുന്ന സാഹചര്യം. റഫ്ഉൽ ഫിഅലിൽ മുലാരിയ, റഫ് ചെയ്യാന്ന് പറഞ്ഞാൽ മർഫൂ ആവുക, ലമ്മിടുക. തതീറുൽ ഹമാമത്തു, തതീറു പറക്കുന്നു, അൽ ഹമാമത്തു പ്രാവ് പറക്കുന്നു. ത്വാറ യതീറു, ഹമാമത്ത് മുഅന്നത്ത് ആയതുകൊണ്ട് തതീറു എന്ന് പറഞ്ഞു. ത്വാറത്ത് എന്നല്ല, തതീറു എന്നാണ് പറയുന്നത്. അത് മുലാരി ആയതുകൊണ്ട്. രണ്ടാമത് ഉദാഹരണം നോക്കൂ. യഊദുൽ മുസാഫിറു, യാത്രക്കാരൻ മടങ്ങി വരുന്നു. ആദ യഊദു, മടങ്ങി വരുന്നു. ആദ ആണ് അതിൻ്റെ മാളി. തസീറു സുഹുബു, മേഘങ്ങൾ സഞ്ചരിക്കുന്നു. മേഘങ്ങൾ ഇങ്ങനെ, സഹാബ്, സുഹുബ്, മേഘങ്ങൾ ആകാശത്തുകൂടി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മൾ മേഘത്തെ നോക്കുമ്പോൾ സഞ്ചരിക്കുന്നതായിട്ട്, നീങ്ങുന്നതായിട്ട് കാണാം. തസീറു സുഹുബു. യൻസിലുൽ മതറു, യൻസിലു ഇറങ്ങുന്നു, പെയ്യുന്നു. അൽ മതറു മഴ പെയ്യുന്നു. യസൂറുൽ ഗുബാറു, സാറ യസൂർ എന്ന് പറയുമ്പോൾ പറക്കുക എന്നാണ്. യസൂറുൽ ഗുബാറു പൊടി പറക്കുന്നു, ഡസ്റ്റ് റേസ് ചെയ്യുന്നു. റോഡിലൂടെ ഇങ്ങനെ വണ്ടികളൊക്കെ പോകുമ്പോൾ അതിൻ്റെ പുറകെ പൊടി ഇങ്ങനെ പറക്കുന്നതായിട്ട് കാണാം. മണലാരണ്യത്തിലൊക്കെ പോകുമ്പോൾ പൊടി ഇങ്ങനെ പറക്കും. അത് യസൂറുൽ ഗുബാറു എന്ന് പറയും. യഹ്കുമുൽ ഖാദി, ഖാദി എന്ന് പറഞ്ഞാൽ ജഡ്ജിയാണ്. ജഡ്ജി വിധി പ്രസ്താവനം നടത്തുന്നു, വിധി പ്രസ്താവിക്കുന്നു. ഈ പറയപ്പെട്ടതൊക്കെ, ഈ ഉദാഹരണങ്ങൾ 6 ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു. ഈ 6 ഉദാഹരണങ്ങളിൽ ഓരോന്നും എടുത്തു നോക്കിയാൽ അതെല്ലാം, അതിനകത്തെല്ലാം മുലാരിയായ ക്രിയകളുള്ളതായിട്ട് കാണാം. ആ മുലാരിയായ ക്രിയയുടെ അവസാനം എടുത്ത്, അവസാനത്തെ അക്ഷരത്തിൻ്റെ സ്വഭാവം, അതിൻ്റെ ഇഅ്റാബ് എടുത്ത് നോക്കിയാൽ അതെല്ലാം റഫ് ചെയ്തതായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് അതങ്ങനെ റഫ് ചെയ്യാൻ കാരണം? കാരണം മുലാരിയായ ക്രിയയുടെ സ്വതവേയുള്ള ഭാവം റഫാണ്. അതിൻ്റെ മുമ്പിൽ നെസ്ബിൻ്റെയോ ജസ്മിൻ്റെയോ അദാത്തുകൾ, ഹർഫുകളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇത്. വേറൊന്നും വന്നിട്ടില്ല. നെസ്ബ് ചെയ്യുന്ന ആ സ്വത്വഭാവത്തെ മാറ്റാൻ കഴിയുന്ന മറ്റൊന്നും ആ മുലാരിയായ ക്രിയയുടെ മുമ്പിൽ വന്നിട്ടില്ല. അതുകൊണ്ട് അവിടെ നെസ്ബ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മുലാരിയായ ക്രിയയ്ക്ക് നെസ്ബ് ചെയ്യാനോ ജസ്മ് ചെയ്യാനോ ഉള്ള ഹർഫുകളുടെ അസാന്നിധ്യമുള്ളത് കൊണ്ട് അത് റഫായി മാറി. അതാണ് അതിൻ്റെ നിയമം. അതിൻ്റെ കായിദ നമുക്ക് വായിക്കാം. അതിൻ്റെ കായിദ വായിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അൽ ബഹ്സു, അതായത് അതിൻ്റെ ഒരു വിശദീകരണം നോക്കൂ. അൽ അഫ്ആലു ഫിൽ അംസിലത്തിൽ മുത്തഖദ്ദിമത്തി, മുകളിൽ പറഞ്ഞ ഉദാഹരണങ്ങളിലെ ക്രിയകൾ കുല്ലുഹ അഫ്ആലുൻ മുളാറഅത്തുൻ, എല്ലാം തന്നെ, കുല്ലുഹ അതെല്ലാം, അവയെല്ലാം തന്നെ അഫ്ആലുൻ മുളാറഅത്തുൻ മുളാരിആയ ഫിഅലുകളാകുന്നു. വൈദാ തഅമ്മൽന, നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, അവാഖിറഹ ആ മുളാരിആയ ക്രിയയുടെ അവസാനത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ, വജദ്നാഹ അവയെ നമുക്ക് കണ്ടെത്താൻ കഴിയും. എങ്ങനെ കണ്ടെത്താൻ കഴിയും? മർഫൂഅത്തൻ, റഫ് ചെയ്തതായിട്ട് കണ്ടെത്താൻ കഴിയും. ഫമാ സബബുർ റഫ്ഇ, അപ്പോൾ എന്താണ് റഫ് ചെയ്യാനുള്ള കാരണം? അസ്സബബു, കാരണമാകുന്നത് എന്താണ്? അന്ന ഹാദിഹിൽ അഫ്ആല, ഈ തീർച്ചയായും ഈ ക്രിയകൾ ലം യതഖദ്ദം ഹാ, അതിനെ മുൻകടന്നു വന്നിട്ടില്ല. തഖദ്ദമ മുൻകടക്കുക, ലം യതഖദ്ദം അത് തന്നെ ഒരു മുളാരിയായ ക്രിയ ജസ്മ് ചെയ്തതിന് ഉദാഹരണമാണ്. ലം വന്നുകൊണ്ട് യതഖദ്ദം എന്നായി. ലം യതഖദ്ദം ഹാ, അതിനെ മുൻകടന്നിട്ടില്ല. ഷെയ്ഉം മിനൽ അദവാത്തി,
ഏതെങ്കിലും തരത്തിലുള്ള അദവാത്ത്, ഏതെങ്കിലും ഒരു അദവാത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ അതിനെ മാറ്റുന്ന എന്തെങ്കിലും ഒരു സംഗതി അവിടെ വന്നിട്ടില്ല. അല്ലത്തി തൂജിബു നസ്ബഹ, അതായത് മുലാരിയായ ക്രിയയ്ക്ക് നെസ്ബ് നിർബന്ധമാക്കുന്ന എന്തെങ്കിലും ഒരു അദാത്ത്, ഒരു ഉപകരണം, അല്ലെങ്കിൽ അതിന് അങ്ങനെ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധ്യത അവിടെ വന്നിട്ടില്ല. ഔ തൂജിബു ജസ്മഹ, അല്ലെങ്കിൽ ആ മുലാരിയായ ക്രിയയ്ക്ക് ജസ്മ് ചെയ്യൽ നിർബന്ധമാക്കിയ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ വന്നിട്ടില്ല. വലിദാലിക, അക്കാരണത്താൽ ഇർത്തഫഅത്ത്, അത് റഫ്ഉള്ളതായി മാറി. ഫഖുലുവുഹ മിൻ അദവാത്തിൻ നസ്ബി വ അദവാത്തിൽ ജസ്മി. ഫഖുലുവുഹ, അത് ഒഴിവായി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ, അത് ഹുലുവ് ഖാലിയാകുക എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാതിരിക്കുക. ഫഖുലുവുഹ, അത് ഒഴിവായി നിൽക്കുന്നു. മിൻ അദവാത്തിൽ നസ്ബി, നസ്ബിൻ്റെ അദവാത്തുകളിൽ നിന്നും, വ അദവാത്തിൽ ജസ്മി, ജസ്മിൻ്റെ അദവാത്തുകളിൽ നിന്നും ഒഴിവായി നിൽക്കുന്നതാണ് ഹുവ സബബുർ റഫ്ഇ, അതാണ് റഫ്ഇ ചെയ്യാനുള്ള കാരണം. അപ്പം നമുക്കതിൻ്റെ കായിദ നോക്കൂ. യുർഫഉൽ ഫിഉലുൽ മുലാരിഉ, മുലാരിആയ ക്രിയ റഫ്ഉ ചെയ്യപ്പെടും. ഇദാ ലം തസ്ബിഖുഹു, ഇദാ ലം തസ്ബിഖുഹു, അതിനെ മുൻകടന്നു വന്നില്ല എങ്കിൽ, അദാത്തുൻ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു ഘടകം, മിൻ അദവാത്തിൻ നസ്ബി അവിൽ ജസ്മി, ജസ്മിൻ്റെയോ നസ്ബിൻ്റെയോ ഏതെങ്കിലും ഒരു അദാത്ത്, അദവാത്തുകളിൽപ്പെട്ട ഒരു അദാത്ത് അവിടെ കടന്നു വന്നിട്ടില്ല എന്നതുകൊണ്ട് അത് റഫ്ഉ ചെയ്യപ്പെടും. ഓക്കെ, ഇതാണ് അതിൻ്റെ നിയമം. മനസ്സിലായോ? ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടോ? അടുത്തതിലേക്ക് പോകാം. ഇതിൻ്റെ അടുത്ത തംബ്രീനാത്തുകളിലേക്ക് പോകാം. ഈ പറയപ്പെട്ടതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ല സാർ. തംബ്രീനാത്ത് നോക്കാം. ഓക്കെ. തംബ്രീനാത്ത് 1. അയ്യിൻ അൽ അഫ്ആൽ അൽ മുളാറഅത അൽ മർഫൂഅത ഫിൽ ജുമലിൽ ആതിയതി വബയ്യിൻ സബബ റഫ്ഇഹാ. ഒന്നാമത്തത് അയ്യിൻ, നിർണയിക്കണം, അൽ അഫ്ആൽ അൽ മുളാറഅത അൽ മർഫൂഅ, മർഫൂആയ ഫിഉലുകൾ ഏതാണെന്ന് കണ്ടെത്തണം. ഫിൽ ജുമലിൽ ആത്തിയെത്തി, താഴെ നൽകിയിരിക്കുന്ന ജുംലകളിൽ. വബയ്യിൻ, എന്നിട്ട് വിശദമാക്കണം, സബബ റഫ്ഇഹ, അത് റഫ്അ ആവാനുള്ള കാരണവും കൂടി പറയണം. 1. യവദ്ദു അലിയുൻ അൻ യൽഅബ ബിൽ ഖുറത്തി, പന്ത് കൊണ്ട് കളിക്കുവാൻ അലി ഇഷ്ടപ്പെടുന്നു. യവദ്ദു, വദ്ദ, ഇഷ്ടപ്പെട്ടു, യവദ്ദു, ഇഷ്ടപ്പെടുന്നു, അലി ഇഷ്ടപ്പെടുന്നു, അൻ യൽഅബ ബിൽ ഖുറത്തി, പന്ത് കൊണ്ട് കളിക്കുവാൻ. അതിനകത്ത് മുളാരിഅ ക്രിയ ഉണ്ടോ ആ വാചകത്തിൽ? ഉണ്ടോ? ഏതാ? യവദ്ദു, യവദ്ദു, അത് മുളാരിയാണ്. അതിൻ്റെ ഇറാബ് എന്താണ്? റഫ്ആണ് അല്ലേ? റഫല്ലേ? റഫ് ആവാൻ കാരണം എന്താ? യവദ്ദു എന്ന് പറയും, യവദ്ദാന്നോ യവദ് എന്ന് പറഞ്ഞില്ല. എന്ത് കാരണം? അത് മറ്റേ എന്താ ചെയ്യേണ്ട ജറല്ല, ഫിയലുകളിൽ ജറില്ല, ജർ ഇസ്മിൽ മാത്രമേ ഉള്ളൂ. അതായത് നെസ്ബിൻ്റെയും ജസ്മിൻ്റെയും അദാത്തുകളൊന്നും അതിൽ വന്നിട്ടില്ല, അത്രേ ഉള്ളൂ. സിമ്പിളല്ലേ? അദാത്തുകൾ അതിനകത്തൊന്നും വന്നിട്ടില്ല. ഇനി അടുത്തത് യശുദ്ദുൽ അത്ഫാലുൽ ഹബ്ല, യശുദ്ദു, കെട്ടുന്നു, അൽ അത്ഫാലു, കുട്ടികൾ കെട്ടി മുറുക്കുന്നു, അൽ ഹബ്ല, ഹബ്ല്, കയർ കെട്ടുന്നു. അതിൽ മുളാരിഅ ക്രിയ ഉണ്ട്, ഏതാണ്? യശുദ്ദു. അൽ അത്ഫാലു, അത് ഫായിലാണ് എന്ന് പറഞ്ഞാൽ അത് ക്രിയ ചെയ്യുന്ന ആൾ, അൽ ഹബ്ല. അതിനകത്ത് യശുദ്ദു എന്നുള്ള, ഈ വാചകത്തിൽ യശുദ്ദു എന്നുള്ള ക്രിയ മുളാരിഅ ആണ്, അത് മർഫൂ ആണ്. കാരണം അതിനകത്ത് നസ്ബിൻ്റെയോ ജസ്മിൻ്റെയോ അദാത്തുകളൊന്നും വന്നിട്ടില്ല. അടുത്തത് നോക്കൂ. ദഹബ്തു ഇല ഷജറത്തി,
കൈ അസ്തലില്ല ബിലില്ലിഹ ദഹബ്തു ഇല ഷജറത്തി, ഞാൻ മരത്തിൻ്റെ അടുക്കലേക്ക് പോയി. എന്തിനു വേണ്ടിയിട്ടാണ്? കൈ അസ്തലില്ല ബിലില്ലിഹ, അതിൻ്റെ തണൽ ആസ്വദിക്കുവാൻ വേണ്ടി ഞാൻ മരത്തണലിലേക്ക് പോയി. ഇതിനകത്ത് മുദാരിയ ക്രിയ ഉണ്ടോ? നോക്ക്, അത് മാലിയല്ലേ, പോയി എന്നല്ലേ. മുദാരിയ ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം നടക്കുന്നതോ അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്നതോ ആണ്. ദഹബ്തു എന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞു, മാലിയല്ലേ അത്. നമ്മുടെ ചർച്ച മൊത്തം മുദാരിയ ക്രിയ കേന്ദ്രീകരിച്ചാണ്. കൈ അസ്തലില്ല എന്ന് കണ്ടില്ല, ഇസ്തലല്ല, എസ്തലില്ലു, അസ്തലില്ല, മനസ്സിലായോ? കൈ വന്നാൽ എന്തായിരിക്കും? മുദാരിയ ക്രിയയ്ക്ക് അൻലൻ കൈ വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? അതിന് നെസ്ബ് ചെയ്യും. ഇവിടെ റഫില്ല, റഫ് ചെയ്യുന്ന ഒരു മുദാരിയ ക്രിയ അതിനകത്തുള്ളൂ. ദഹബ്തു ഒരു ഫിയൽ മാലി, ഇല എന്ന് പറയുന്നത് ഹർഫ് ജർ, അതായത് ഒരു ഇസ്മിന് ജർ ചെയ്യുന്ന ഹർഫ്. ഷജറത്ത് മജ്റൂർ, അതൊരു ഇസ്മാണ്. കൈ അതായത് അദാത്തു നെസ്ബ് എന്ന് പറയുന്നത്, നെസ്ബിൻ്റെ അദാത്താണ്. അസ്തലില്ല മുദാരിയായ ക്രിയ, കൈ അവിടെ മുദാരിയായ ക്രിയയ്ക്ക് നെസ്ബ് ചെയ്തു. ബിലില്ലിഹ, അതിൻ്റെ തണലിൽ. ബാ ഹർഫ് ജർ, ലില്ല് മജ്റൂർ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മുദാരിയായ ക്രിയ കണ്ടെത്തി, മർഫൂആയ മുദാരിയായ ക്രിയ കണ്ടെത്തിയിട്ട് അതിൻ്റെ കാരണം കണ്ടെത്താനാണ് പറഞ്ഞത്. മുദാരിയായ ക്രിയ മർഫൂ ആണെങ്കിൽ അതിൻ്റെ കാരണം എപ്പോഴും ഒന്നായിരിക്കും. കാരണം അതിൻ്റെ മുമ്പിൽ നെസ്ബിൻ്റെയോ ജസ്മിൻ്റെയോ അദാത്തുകളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. എവിടെയാ കൺഫ്യൂഷൻ ഉള്ളത്? പറയൂ. അല്ല, സാധാരണ ഇങ്ങനെ ഈ വാക്കുകളൊക്കെ തുടക്കത്തിലല്ലേ പറഞ്ഞു? മുദാരിയ ക്രിയ തുടക്കത്തിലാണ് വന്നതെന്നുള്ളതല്ലേ? അങ്ങനെ തുടക്കത്തിൽ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, മനസ്സിലായോ? ഒരു ക്രിയ, ഒരു വാചകം ജുംല ഫിഅലിയ നമ്മൾ പറഞ്ഞു, ജുംല ഫിഅലിയ, അതുപോലെ ജുംല ഇസ്മിയ ഉണ്ട്. ഇപ്പോൾ ദഹബ്തു എന്നുള്ളത് ജുംല ഫിഅലിയാണ്, പക്ഷേ മാലിയായ ക്രിയയാണ്. അങ്ങനെ വരുന്നതിനൊന്നും തടസ്സമൊന്നുമില്ല. പക്ഷേ നമ്മളിപ്പോൾ മുദാരി ആയതുകൊണ്ട് ആ പറയപ്പെട്ട ഉദാഹരണങ്ങളിലൊക്കെ, ആ പറയപ്പെട്ട രണ്ട് ഉദാഹരണങ്ങളിലും മുദാരിയ ക്രിയയാണ് വന്നത്. മൂന്നാമത്തിന് മാലി ക്രിയ വന്നതേ ഉള്ളൂ. അത് വിഷയമല്ല. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള തംരീനാത്തുകൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ഓരോ വാക്കും എന്താണ് അവിടെ നിർദ്ദേശിച്ചേക്കുന്നത് എന്ന നിലയിലേക്ക് നോക്കണം. എന്താ സംശയം ഉണ്ടെങ്കിലും തീർക്കണം ഇൻഷാ അല്ലാഹ്. അസൗറു യഹ്റുസുൽ അർള, അസൗറു കാള, യഹ്റുസുൽ അർള എന്താണ്? ഭൂമി ഉഴുതുമറിക്കുന്നു. ഹറസ യഹ്റുസു, അപ്പോൾ അവിടെ സൗറ് യഹ്റുസു, അസൗറു യഹ്റുസു അൽ അർള, യഹ്റുസു സൗറു അൽ അർള എന്ന് വേണേലും പറയാം. അസൗറു കാള, യഹ്റുസു അത് ഉഴുതുമറിക്കുന്നു, അൽ അർള ഭൂമി ഉഴുതുമറിക്കുന്നു. അവിടെ മുദാരിയായ ക്രിയ ഏതാണ്? യഹ്റുസു എന്നുള്ളതാണ്. അത് മർഫൂ ആണ്. കാരണം അതിനകത്ത് മുദാരിയ ക്രിയയുടെ മുമ്പിൽ ഈ പറയപ്പെട്ട അൻ ലന്നോ ലമ്മോ ലാമു ലമ്രോ ലാൽ ലിൻ നഹി, നഹിയുടെ നിരോധനത്തിൻ്റെ ലാമോ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് അൽ കൽബു യഹ്റുസു അൽ മനാസില വൽ മസാരിഅ. അൽ കൽബു പട്ടി, നായ, യഹ്റുസു അത് കാവൽ നിൽക്കുന്നു, അൽ മനാസില വീടുകൾക്കും, അൽ മസാറ വൽ മസ്റഅത്ത് എന്ന് പറയും. മസ്റഅത്ത് എന്ന് പറഞ്ഞാൽ പാടം, മസാറ പാടങ്ങൾക്കും വീടുകൾക്കുമൊക്കെ പട്ടി, നായ കാവൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മുദാരിയ ക്രിയ ഏതാണ്? യഹ്റുസു. അത് റഫ് ചെയ്യാനുള്ള കാരണം പറയണ്ടല്ലോ, അറിയാലോ. അലൈക അൻ തസ്മഅ നസീഹത, അലൈക നിന്റെ മേൽ നിർബന്ധമാണ്, അൻ തസ്മഅ നീ കേൾക്കൽ നിർബന്ധമാണ്, അൻ നസീഹത ഉപദേശം കേൾക്കൽ നിനക്ക് നിർബന്ധം. അലൈക എന്ന് പറഞ്ഞാൽ നിന്റെ മേൽ അനിവാര്യമാണെന്നാണ് അർത്ഥം. അലൈക അൻ തസ്മഅ, സമിഅ കേൾക്കുക, യസ്മഉ തസ്മഉ, അൻ തസ്മഅ നീ കേൾക്കൽ നിർബന്ധമാണ്, അൻ നസീഹത ഉപദേശം കേൾക്കൽ നിനക്ക് നിർബന്ധമാണ്.
ഇവിടെ മുതാരിയായ ഒരു ക്രിയ ഉണ്ട് തസ്മാ, പക്ഷേ അത് തസ്മഉ എന്ന് വരത്തില്ല. കാരണം എന്താണ്? അൻ അൻ വന്നതുകൊണ്ട് വന്നുകൊണ്ട് നസ്ബു ചെയ്തു. വെരി ഗുഡ്. ഉഹിബ്ബു അൽ വലദല്ലദി യഹ്രിസു അലാ നളാഫത്തി തിയാബിഹ. ഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നു, അൽ വലദ ഒരു കുട്ടിയെ, അല്ലദീ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള കുട്ടിയാണ്? ദോസ് വൂ ഈസ് എന്നുള്ള അർത്ഥത്തിൽ വരുന്നത് അല്ലദി. എന്താണ്? ഉഹിബ്ബുൽ വലദ ഞാൻ ഒരു കുട്ടിയെ ഇഷ്ടപ്പെടുന്നു. അല്ലദീ എങ്ങനെയുള്ള കുട്ടിയാണ്? യഹ്രിസു അവൻ അമിതമായി താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് അല നളാഫത്തി സിയാബിഹി തൻ്റെ വസ്ത്രത്തിൻ്റെ വൃത്തിക്ക് വേണ്ടി, തൻ്റെ വസ്ത്രം എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു കുട്ടിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നു, ഫിഅല് മുളാരിഅ. അപ്പോൾ അവിടെ റഫാണ്. കാരണം അത് ഹുൽവുഹ മിൻ അദവാത്തിൻ നസ്ബി അവൽ ജസ്മി, നസ്ബിൻ്റെയും ജസ്മിൻ്റെയും അടയാളങ്ങൾ അവിടെ ഇല്ല. അല്ലത് യഹ്രിസു ഹറസ യഹ്രിസു എന്ന് പറഞ്ഞാൽ താല്പര്യം പ്രകടിപ്പിക്കുക, അതും മുളാരിഅണ്, മർഫു ആണ്. അതുകൊണ്ട് അതിന് മർഫു ആവാൻ കാരണം മുന്നിൽ മറ്റ് അദാത്തുകൾ വന്നിട്ടില്ല എന്നുള്ളതാണ്. അൽ അക്ലുൽ കസീറു ധാരാളമായിട്ട് ഭക്ഷിക്കൽ, യുഫ്സിദുൽ മിഅദത അതായത് ആമാശയത്തെ കേടുവരുത്തും. ധാരാളമായി ആഹാരം കഴിക്കൽ, അമിതമായി ആഹാരം കഴിക്കുന്നത് ശരീരത്തിന് കേടാണെന്ന്. യുഫ്സിദുൽ മിഅദത് ആമാശയത്തിന് നാശം വരുത്തും. അവിടുത്തെ മുളാരിയ ക്രിയ ഏതാണ്? യുഫ്സിദു, അഫ്സദ യുഫ്സിദു. തസ്കുത്തു വീഴുന്നു, ഔറാഖുൽ അഷ്ജാർ വറക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇലകൾ എന്നാണ്. ഔറാഖ് ഇലകൾ, ലീഫ്, മനസ്സിലായില്ലേ? ഔറാഖ് ലീവ്സ്. തസ്കുത്തു വീഴുന്നു, ഔറാഖുൽ അഷ്ജാരി എന്താണ്? ഷജറുകൾ, അഷ്ജാർ വൃക്ഷങ്ങളുടെ ഇലകൾ വീഴുന്നു, പൊഴിയുന്നു. ഫിൽ ഖരീഫ് എന്ന് പറയാം ശരത്കാലം എന്ന് പറയും. ഇലകളൊക്കെ പൊഴിയുന്ന ഋതുവിൽപ്പെട്ടതാണ്. ഗ്രീഷ്മം, വസന്തം, ഹേമന്തം, അങ്ങനെ കേട്ടിട്ടില്ലേ? ഓട്ടം സീസൺ അല്ലല്ലേ? ശരത്കാലം അല്ലേ? ആ ശരത്കാലത്ത് പിന്നെന്താണ്? ഇലകൾ കൊഴിക്കുന്നു, ഔറാഖുൽ അഷ്ജാർ അല്ലേ? ഓരോ കാലം സീസൺ അതൊരു അത്ഭുതം തന്നെയാണ് അല്ലേ? വസന്തം, ഹേമന്തം, ഗ്രീഷ്മം, അത് ഭയങ്കര അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലൊരു അത്ഭുതമാണ്. ഓരോ കായികനികൾക്ക് ഫലം നൽകാൻ ഓരോ പ്രത്യേക സീസൺ തരിക എന്നുള്ളത് ചിന്തിക്കുന്നവർക്ക് അതിൽ ദൃഷ്ടാന്തം ഉണ്ടെന്നാണ്. അപ്പോൾ ഓട്ടം സീസൺ അല്ലേ? ശരത്കാലത്തിൽ എന്താണ്? ഇലകൾ പൊഴിക്കുന്നു. ഖരീഫ്, ഓട്ടം എന്ന് പറഞ്ഞാൽ ശരത്കാലമാണല്ലേ? അല്ലേ? യെസ്. ഇല പൊഴിയും ശിശിരത്തിൽ. കേട്ടിട്ടുണ്ടോ പാട്ട്? ഇല പൊഴിയും ശിശിരത്തിൽ എന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു മനോഹരമായൊരു പാട്ടുണ്ട് മലയാളത്തിൽ. സൗകര്യമായിട്ട് കേട്ടാൽ മതി, രസമാണ്, സാഹിത്യം ആസ്വദിക്കാം. എസ്തഫീദുൽ ഇൻസാനു, എസ്തഫീദു പ്രയോജനപ്പെടുത്തുന്നു. അൽ ഇൻസാനു മിൻ ഖിറാഅത്തിൽ കുതുബി വായനയിലൂടെ, പുസ്തകങ്ങൾ ഗ്രന്ഥപാരായണത്തിലൂടെ മനുഷ്യർ പ്രയോജനം ചെയ്യുന്നു. അതിൽ ഇസ്തഫാദ, എസ്തഫീദു എന്ന് പറഞ്ഞാൽ ഇസ്തഫാദ മീൻസ് പ്രയോജനം നേടുന്നു എന്നാണ്. അപ്പോൾ മുളാരിയ ക്രിയ എസ്തഫീദു, അത് മർഫു ആണ്. ഓക്കെ, അടുത്തതിലൊക്കെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ മേളിൽ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ അയ്യിൻ അൽ ഫഅൽ മുളാറഅത, മുളാരിയായ ക്രിയകൾ ഏതാണെന്ന് അതിനകത്ത് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് മുളാരി ആവാനുള്ള കാരണവും എഴുതണം. അതൊരു കോളം വരച്ചിട്ട് അൽ ഫിഉൽ മുളാരി എന്ന് എഴുതണം. എന്നിട്ട് താഴെ യവദ്ദു, യശുദ്ദു, അസ്തളില്ലു, യഹ്റുസു, മനസ്സിലായില്ലേ? എന്നിട്ട് സബബു റഫ്അ ബുക്ക് കൊണ്ടുവന്നാൽ അത് ഞാൻ വേണ ഒരു മോഡൽ കാണിച്ചു തരാം. സബബു റഫ്ഇഹ, അത് റഫ് ചെയ്യാനുള്ള കാരണം എന്താണ്? അത് ഖുലുവുഹ മിൻ അദവാത്തിൻ നസ്ബി അവൽ ജസ്മി, ജസ്മിൻ്റെയും നസ്ബിൻ്റെയും അടയാളങ്ങൾ ഒഴിവായിരിക്കുന്നു, അതാണ്. ഓക്കെ, ഇനി അടുത്ത തംരീൻ നോക്കാം. അത്തിമിമിൽ ജുമലൽ ആത്തിയ, താഴെ കൊടുത്തിരിക്കുന്ന ജുംല പൂർത്തിയാക്കണം. ബി വളഇ ഫിഇലിൻ മുളാരിഇൻ,
മുദാരിആയ ക്രിയ വെച്ച്